സാർ എൻ്റെ പേര് എവിടാ എൻ്റെ പേര് റിഫാൻ. എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഇപ്പോൾ ക്യാമ്പസിലേക്കല്ലേ വന്നത്, ഇപ്പോൾ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ചോദിക്കാനാണ് ഞാൻ എത്തുന്നത്. കാരണം റിലേഷൻഷിപ്പിന് ഒരുപാട് ഡെഫിനിഷൻസ് വരാൻ തുടങ്ങി ഇപ്പോഴുള്ള കാലത്ത്. സിറ്റുവേഷൻഷിപ്പ് അല്ലെങ്കിൽ ബെസ്റ്റി, അങ്ങനെ ഒരുപാട് ഉണ്ട്. പിന്നെ നമ്മുടെ തന്നെ ബന്ധങ്ങൾക്ക് നമ്മൾ ഒരു കാലത്ത് നമ്മൾ ഭയങ്കര വലിയ ജോയിൻറ്റ് ഫാമിലി ആയിട്ട് ജീവിച്ച ആൾക്കാരായിരുന്നു. ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഈ ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിലും ഒരു വീട്ടിൽ 5 റൂം ഉണ്ടെങ്കിൽ 5 ആൾക്കാർ 5 റൂമിലായിരിക്കും. ഒരു ഒഴിവ് സമയം കിട്ടുമ്പോൾ ഫോണിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബന്ധങ്ങൾ ഒന്നുകൂടി കൂട്ടി ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ ക്യാമ്പസിലെ റിലേഷൻഷിപ്പ്, ഫാമിലിയിലെ റിലേഷൻഷിപ്പ് ഒക്കെ എങ്ങനെ ആയിരിക്കണം എന്നാണ് സാർ പറയുന്നത്. ഒറ്റ വാക്കുള്ളൂ, ബി ജെന്യുവിൻ. ബന്ധങ്ങളിൽ സത്യസന്ധരാവുക എന്നുള്ളതാണ്. മാധവിക്കുട്ടി ബന്ധങ്ങളിൽ പിരിയാനുള്ള അവസരമുണ്ട് അല്ലേ? വിവാഹത്തിൽ പോലും ഉണ്ട്. ബന്ധങ്ങളിൽ പിരിയാനുള്ള അവസരമുണ്ട്, പറ്റിക്കാനുള്ള അവസരമില്ല. അതാണ്, നമുക്ക് വേണമെങ്കിൽ പിരിയാം, പക്ഷെ പറ്റിക്കരുത്. മാധവിക്കുട്ടിയുടെ എഴുത്തും സംസാരവും ഒക്കെ എന്താണ്? എനിക്ക് സ്നേഹം വേണം, സ്നേഹം വേണം എന്നാണ് അല്ലേ? മാധവിക്കുട്ടി എനിക്ക് സ്നേഹം വേണം, സ്നേഹം വേണം. അഷിത എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി ഉണ്ടായിരുന്നു നമുക്ക്. അഷിതയുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ അഷിത പറയുന്നുണ്ട്, മാധവിക്കുട്ടിക്ക് വേണ്ടത് സ്നേഹമാണ്, പക്ഷെ എനിക്ക് വേണ്ടത് സ്നേഹമല്ല, എനിക്ക് വേണ്ടത് സത്യമാണ്. സത്യം ഉണ്ടെങ്കിൽ മതി, എനിക്ക് സത്യമാണ് വേണ്ടത്. സത്യം ഉണ്ടെങ്കിൽ എനിക്ക് സ്നേഹം പോലും ആവശ്യമുള്ളൂ. അതാണ് വല്ലാത്തൊരു വാക്കാണത്. എനിക്ക് സ്നേഹമല്ല വേണ്ടത്, എനിക്ക് സത്യം വേണം. എനിക്ക് സത്യമുള്ള മനുഷ്യനെ വേണം. ഉണ്ട്, പേരെന്ത് വിളിച്ചാലും, നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും, ഇനി വരാനിരിക്കുന്ന പേരുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ വിളിച്ചാലും, എടാ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന 800 കോടി മനുഷ്യരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരാളില്ലേ, അയാളോട് സത്യസന്ധരാവുക, സത്യസന്ധരാവുക. Thank you, sir. So, my name is Asna Sharan, pursuing my BSc in Zoology. First of all, thank you so much for your wonderful words. So, I have a very small question. Who is your role model? I wanted to know that who is your role model, sir? നമ്മളാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ എനിക്ക് എളുപ്പമായിരിക്കും. റോൾ മോഡൽ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആലോചിക്കേണ്ടി വരുന്നത്, അങ്ങനെ ഒരാള് ശരിക്കും സേവ്ഡ് അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പരന്നൊഴുകിയിരുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ ശ്രദ്ധിച്ചൊഴുകാൻ കാരണമായ 2 മനുഷ്യന്മാരുണ്ട്. അതിലൊരാളൊരു ക്രിസ്ത്യൻ പുരോഹിതനാണ്, പള്ളിയിലെ അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം കേട്ട നിമിഷമാണ് അത്. ഒരു കോഴിക്കുഞ്ഞിന് 2 ജന്മമുണ്ട് എന്ന് പറയില്ല. ഒന്ന് ഒരു കോഴിമുട്ടയായിട്ടുള്ള ജനനവും, രണ്ടാമത്തേത് ആ തോട് പൊട്ടിച്ച് പുറത്തിറങ്ങുന്ന ജനനവും. നമ്മുടെ ഭാരതീയ സങ്കല്പപ്രകാരം നവജന്മം എന്നാ പറയുക. അങ്ങനെ ഒരു നവജന്മത്തിലേക്ക് നമ്മളെയൊക്കെ ഇങ്ങനെ കൈപിടിക്കുന്ന എന്തെങ്കിലും ഉണ്ടാവും. മനുഷ്യനാവാം, ഒരു സന്ദർഭമാവാം, ഒരു കഥയാവാം, ഒരു അനുഭവമാകാം, ഒരു ഗുരുവാകാം. അഷിത പറയുന്നുണ്ട്, ഒരു ഗുരുവിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ ഗംഗാനദി വീട്ടിലേക്ക് ഒഴുകി വരുന്നത് പോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കണ്ടുമുട്ടലായിരുന്നു ആ മനുഷ്യന്. പിന്നെ ഒരാൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ എല്ലാ നന്ദിയോടെയും പറയുന്നത്, എൻ്റെ ജീവിതത്തിലേക്ക് വന്ന എൻ്റെ
പെണ്ണാണ്. അവള് എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നു എങ്കിൽ പിന്നെ അങ്ങനെയാണ്. ശരി. ഹലോ സർ, എൻ്റെ പേര് ലുലു. എനിക്ക് സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ഓരോ ഡ്രീം ഗോൾ, ഇപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ കുറേ ഡ്രീംസ് ഉണ്ട്. അപ്പോൾ അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി സാറിൻ്റെ ഒപ്പീനിയനിൽ എന്തായിരിക്കും? ഞാൻ ഒരു പെൺകുട്ടിയുടെ കഥ പെട്ടെന്ന് പറയാം. അവള് അനിയത്തിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടുജോലിക്ക് പോയ പെൺകുട്ടിയാണ്. അനിയത്തിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ജോലി ചെയ്തു. ആ വീട്ടിൽ ജോലി ചെയ്ത സമ്പന്നരായ ഒരു കുടുംബം. അവിടുത്തെ ഒരു ചെക്കന് ഈ കുട്ടിയോട് പ്രണയമായി. വിവാഹം കഴിക്കാൻ വരെ തയ്യാറായി. പക്ഷേ അവൻ്റെ കുടുംബം അതിന് തയ്യാറാവാത്തതുകൊണ്ട് ആ കല്യാണം നടന്നില്ല. ആ കല്യാണം നടന്നിരുന്നുവെങ്കിൽ അവളുടെ ജീവിതം അവിടെ അവസാനിക്കുമായിരുന്നു. പക്ഷെ അവളുടെ ജീവിതം മാറി. അനിയത്തിയെ പഠിപ്പിക്കാൻ ജോലിക്ക് പോയ അവള് പിന്നെ അനിയത്തിയോടൊപ്പം പഠിക്കാൻ തുടങ്ങി. പഠിച്ചു. ഫിസിക്സാണ് പഠിച്ചത്. അവള് പഠിച്ച് കെമിസ്ട്രിയും ഒക്കെയാണ് പഠിച്ചത്, സയൻസാണ് പഠിച്ചത്. അങ്ങനെ പഠിച്ച് അവളെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ ഒരു കോളേജിൽ ലെക്ചറായി. ഭർത്താവും അവളും കൂടെ ചേർന്ന് കുറേ ഗവേഷണങ്ങൾ നടത്തി. ആ ഗവേഷണങ്ങളൊക്കെ ഫലപ്രാപ്തിയിലെത്തി. 1903 ഈ ഭാര്യയ്ക്കും ഭർത്താവിനും കിട്ടിയത് നോബേൽ സമ്മാനത്തിന്റെ മാലയാണ്. പിറ്റേ വർഷം ഭർത്താവ് മരിച്ചു. ഒരു കുതിരയുടെ ചവിട്ട് കൊണ്ട് ഭർത്താവ് മരിച്ചു. ഭർത്താവും അവളും ചേർന്ന് കുറേ പദ്ധതികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഭർത്താവിൻ്റെ മരണം അവളെ അങ്ങേയറ്റം അനാഥമാക്കി. കുഞ്ഞുങ്ങളെ നോക്കണം, അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതിൻ്റെ പണികൾ ചെയ്യണം, കോളേജിൽ പോകണം, കുറേ ജോലിയുണ്ട് അവൾക്ക്. ഈ കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് അവൾ കോളേജിലേക്ക് പഠിക്കാനും പഠിപ്പിക്കാനും പോയി. ഭർത്താവ് മരിച്ചിട്ടും അവളൊന്നും അവസാനിപ്പിച്ചില്ല. അവൾ വീണ്ടും അവളുടെ ഗവേഷണം തുടർന്നു. 1911 കെമിസ്ട്രിയിൽ നോബേൽ സമ്മാനത്തിന്റെ മാലയണിഞ്ഞ രണ്ടാമത്തെ അനുഭവവും അവളുടെ ജീവിതത്തിൽ ഉണ്ടായി. റേഡിയമാണ് അവൾ കണ്ടുപിടിച്ചത്. നമുക്കറിയാലോ, റേഡിയം ക്യാൻസറിനുള്ള മരുന്നാണ്, റേഡിയേഷൻ ഒക്കെ. പക്ഷേ ഈ റേഡിയവുമായുള്ള നിരന്തരമായ ഡീലിങ്ങിലൂടെ അവൾക്ക് ക്യാൻസർ വന്നു. അങ്ങനെയാണ് ആ കുട്ടി മരിച്ചത്. പെണ്ണും ആ വലിയ വ്യക്തിത്വം ഈ ലോകത്ത് നിന്ന് പോകുന്നത് റേഡിയമായുള്ള നിരന്തരമായ ഡീലിങ്ങിലൂടെ അവർക്ക് ക്യാൻസർ വന്നിട്ടാണ് ഇത് പോകുന്നത്. അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ആരാന്ന് നമുക്ക് അറിയാലോ, മേരി ക്യൂറി. അവർ പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ. ആ വാക്ക് മാത്രം പറയാം. ഇതാരാണ് പറയണമെന്ന് ആലോചിക്കണം. അവര് പറയാ, ജീവിതത്തില് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അതിനെന്താ, നമുക്ക് ചെയ്യാനൊരു കാര്യമുണ്ടാകണം. പിന്നെ പറഞ്ഞെന്താണെന്നറിയോ, നമുക്ക് മടുക്കാതിരിക്കണം. അവര് പറഞ്ഞതാ, നമുക്ക് മടുക്കാതിരിക്കണം. നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം അതാണ്. നിങ്ങൾക്ക് എപ്പോഴാണോ മടുക്കുന്നത് അവിടെ നിങ്ങൾ അവസാനിപ്പിക്കും കാര്യങ്ങൾ. നിങ്ങൾക്ക് എത്ര തവണയാണോ മടുക്കാതിരിക്കുന്നത് അത്രയും നിങ്ങൾ മുന്നോട്ട് പോകും. ബോക്സിങ്ങിൽ ഒരാൾ തോൽക്കുന്നത് വീഴുമ്പോഴല്ല, വീണെടുത്തുനിന്ന് എഴുന്നേൽക്കാതിരിക്കുമ്പോഴാണ്, അല്ലേ? ബോക്സിങ്ങിൽ ഒരാൾ തോൽക്കുന്നത്, ഒരാൾ വീഴുമ്പോൾ തോൽക്കില്ല, വീണിടത്ത് നിന്ന് നിശ്ചിത നേരത്ത് അയാൾ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ അയാൾ തോൽക്കും. എടാ വീഴും, തകരും, പിന്നെയും തകരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഒരിക്കലൊരു മാഷ് ക്ലാസ്സിലേക്ക് 500 രൂപയുടെ നോട്ടും കൊണ്ടുവന്ന് എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇതാർക്കാണ് വേണ്ടത്? അപ്പോൾ കുട്ടികളെല്ലാവരും എനിക്ക് വേണം. അപ്പം മാഷ് ആ നോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കയ്യിലിട്ട് അടിച്ചുരുട്ടി ചുളിഞ്ഞുപോയി. ഇപ്പം അതാർക്കാണ് വേണ്ടത്? അപ്പോഴും കുട്ടികളെല്ലാവരും പറഞ്ഞു, എനിക്ക് വേണം മാഷേ, എനിക്ക് വേണം. അപ്പം മാഷ ആ നോട്ട് ഇങ്ങനെ താഴെ ഇട്ടിട്ട് ചവിട്ടി, ചെളിയായി, പൊടിയായി, ചുളിഞ്ഞുപോയി. ആ നോട്ട് കുട്ടികളെ ഇങ്ങനെ കാണിച്ചിട്ട് ചോദിച്ചു, എടാ ഇപ്പം അത് ആർക്കാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴും കുട്ടികളെല്ലാവരും പറഞ്ഞു, മാഷേ
ഞങ്ങൾക്ക് വേണം. അപ്പം മാഷി ചോദിച്ചു, ചുളിഞ്ഞു പോയില്ലേ, ചവിട്ട് കൊണ്ടില്ലേ, ചെളിയായില്ലേ, എന്നിട്ട് നിങ്ങൾക്കിത് വേണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? അപ്പോൾ കുട്ടികൾ പറഞ്ഞു, മാഷേ അതിൻ്റെ മൂല്യം കുറഞ്ഞിട്ടില്ലല്ലോ, പൈസ തന്നെയല്ലേ, ചെളിയൊക്കെ തട്ടിയേ പോയിക്കോളൂ. അപ്പം മാഷ് കുട്ടികളോട് പറഞ്ഞു, അവസാനത്തെ ക്ലാസ്സിൽ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്ന മക്കളോട് മാഷ് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഇത് പറയാനുള്ളൂ, നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. എടാ, ജീവിതം ഇങ്ങനെയാണ്, ചിലപ്പോൾ ചുളിഞ്ഞു പോകും, ചിലപ്പോൾ കാണാനൊന്നൊരു ഭംഗി ഉണ്ടാവില്ല, ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരുടെ ചവിട്ട് കൊള്ളേണ്ടി വരും. ഒരിക്കലും നമ്മളെ ചവിട്ടില്ല എന്ന് വിചാരിച്ച മനുഷ്യരുടെ ചവിട്ട് കൊണ്ട് പാടുകളൊക്കെ വരും. അപ്പോഴും ഈ പൈസക്കൊരു മൂല്യമുണ്ട് എന്ന് എൻ്റെ കുട്ടികൾ പറഞ്ഞില്ലേ, അതേപോലെ നിങ്ങളുടെ ആയുസ്സാണ് കേട്ടോ, നിങ്ങളുടെ ആയുസ്സാണ്. ആ ആയുസ്സിന് നിങ്ങൾക്കൊരു മൂല്യമുണ്ട് എന്ന് വേറെ ആരൊക്കെ അതിന് വിലയിട്ടില്ല എങ്കിലും, വേറെ ആരൊക്കെ അതിന് വില കുറച്ച് കണ്ടാലും നിങ്ങളതിന് വില കുറച്ച് കാണരുത് കേട്ടോ എന്ന് മാഷ് പറഞ്ഞു. അതുകൊണ്ട് എത്ര തവണ വീണാലും പിന്നെയും പിന്നെയും എഴുന്നേൽക്കുന്ന മനുഷ്യർ മാത്രമാണ് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ സർ സയ്യിദിൽ ആദ്യമായിട്ടാണ് വരുന്നത്, വഴിയൊക്കെ തെറ്റിപ്പോയി, കാരണം ആദ്യമായിട്ടാണ് വരുന്നത്. സർ സയ്യിദിൽ വരിക എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു, അതിലും അത് നടന്നില്ല. ഇവിടെ വന്ന് പഠിക്കാൻ കഴിയാതിരുന്നതിൻ്റെ കാര്യം നമ്മുടെ ഭൂതകാലത്തിന് നമ്മൾ കൊടുക്കുന്ന ചില മറുപടികളുണ്ട്. സാമ്പത്തിക അവസ്ഥകളൊന്നും നമുക്കില്ലാത്തത് കൊണ്ടാണ്, കുറേ ദൂരെയല്ലേ വീട്. ഇവിടെ വന്ന് പഠിക്കാൻ കഴിയാതിരുന്നതിൻ്റെ കാരണം അതിന് പറ്റുന്ന സാമ്പത്തിക അവസ്ഥകളൊന്നും നമുക്കില്ലാത്തത് കൊണ്ടാണ്, കുറേ ദൂരെയല്ലേ വീട്, ഇവിടെ വന്ന് താമസിക്കുകയൊക്കെ വേണ്ട. പക്ഷേ നമ്മുടെ ഭൂതകാലത്തിന് നമ്മൾ കൊടുക്കുന്ന ചില മറുപടികളുണ്ട്. ആ മറുപടികൾ കൊടുക്കാനാണ് ഈശ്വരൻ നമുക്ക് ഭാവി കാലം തരുന്നത്. നമ്മുടെ ഭൂതകാലത്തിന് നമ്മൾ കൊടുക്കുന്ന ചില മറുപടികളുണ്ട്. ആ മറുപടി കൊടുക്കാനാണ് ഭാവി കാലം പഠിച്ച് നമുക്ക് തരുന്നത്. എല്ലാ നന്ദിയോടെയും കാണണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചിരുന്ന ഒരു അഭിനേതാവാണ് സന്തോഷ് കീഴാറ്റൂർ. അദ്ദേഹത്തെ പണ്ടൊക്കെ നമ്മൾ ചെറിയ വേഷങ്ങളിലായിരുന്നു കണ്ടിരുന്നത്. ഇന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു നടനായി അദ്ദേഹം മാറുകയാണ്. അത് നേരത്തെ ചോദിച്ചത് അല്ലേ? ആ ചെറിയ വേഷങ്ങളിൽ ഒതുങ്ങിയല്ലോ എന്ന് ആലോചിച്ച് അദ്ദേഹത്തിന് അവിടെ അവസാനിപ്പിച്ചില്ല. അദ്ദേഹം പൊരുതി അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട മലയാളത്തിലെ വലിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളിൽ വരെ അദ്ദേഹത്തിനെ നമുക്ക് കാണുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അതേപോലെ എനിക്ക് ഓരോ ആളുടെയും കഥ എനിക്ക് എല്ലാവരുടെയും അറിയാത്തത് കൊണ്ട് ഓരോ മനുഷ്യൻ്റെതും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ ഭൂതകാലത്തിന് മറുപടി കൊടുക്കാനാണ് ഭാവി കാലം പഠിച്ചോ നമ്മുടെ കയ്യിൽ തരുന്നത്. താങ്ക് യു.